ഇത് നമ്മൾ കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല കേട്ടോ. ഞാൻ കുറച്ച് പാത്രങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് കുറേ നാളായി ഞാൻ വാങ്ങിച്ച് വെച്ചിട്ട്. അപ്പം ഞാനിതൊന്ന് അൺബോക്സ് ചെയ്ത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. ഓക്കെ, നമുക്കിത് നോക്കാം. നമ്മൾക്ക് കുറച്ച് കൂടുതൽ സാമ്പാറോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ ഒക്കെ വെക്കാൻ വേണ്ടി പറ്റിയൊരു പാത്രമാണ് കേട്ടോ ഇത്. അതുമ്മേ മെൻഷൻ ചെയ്തിട്ടുള്ളത് 3 കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇതൊരു 3 ലിറ്ററിൻ്റെ മറ്റോ ആയിരിക്കും എന്ന് തോന്നുന്നുണ്ട്. ആവശ്യത്തിനുള്ള വലിപ്പമൊക്കെ ഉണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി ഈ പാത്രം. നല്ല രസമുണ്ട് ഇല്ലേ കാണാനായിട്ട്. നല്ലൊരു പാത്രമാണ്. അപ്പം ഞാൻ പിന്നെ വേറെ ചെറിയൊരു പാത്രം വാങ്ങിച്ചു. ഇവിടെ കൊണ്ടുവന്ന് നോക്കിയപ്പോഴാണ് അത് ഏകദേശം അതിൻ്റെ സെയിം വലിപ്പത്തിലുള്ളൊരു പാത്രം എൻ്റെ കയ്യിലുണ്ട് കണ്ടോ. അപ്പോൾ ഞാൻ അവരോട് അത് മാറ്റി തരുമോ എന്ന് വിളിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ അവർ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവർ റിട്ടേൺ ഓപ്ഷൻ ഇല്ല. ഇപ്പോൾ അതേ നമ്മൾ വേറൊരു കലം, ഇത് 300 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നല്ല ക്ലേ ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ലൊരു പാത്രമാണ്. എനിക്ക് നല്ല ഇഷ്ടമായത്. അതിൻ്റെ തന്നെ വേറൊരു പാത്രം അതിനേക്കാളും കുറച്ചും കൂടി വലിപ്പം കൂടിയത് 350 റേറ്റ് വരുന്നത്. പക്ഷേ ഇത് ഞാൻ സാമ്പാർ വയ്ക്കാനൊക്കെ വെച്ച് വാങ്ങിച്ചതാണ്. ഇവിടെ കൊണ്ടുവന്നത് ഇപ്പോഴാണ് ഞാൻ അത് നോട്ട് ചെയ്തത്. കണ്ടോ, അതുമാതിരി ചെറിയൊരു ഡാമേജ് ഉണ്ട്, ചെറിയൊരു ചിന്നൽ കണ്ടോ. അവിടെ എന്തോ ഒന്ന് അവരത് മാറ്റാൻ ശ്രമിക്കുക എന്തോ ചെയ്തിട്ടുണ്ട് കണ്ടോ. ചിന്നൽ കണ്ടോ, ശരിക്കും കാണുന്നുണ്ട്. പക്ഷെ ഉള്ളിലേക്കില്ല കേട്ടോ. അപ്പം എന്താ ചെയ്യുക, നമ്മളുടെ കാശ് പോയി, മാറ്റി തരില്ലല്ലോ. അവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഷോപ്പിൽ പോകുമ്പോൾ കുറച്ച് ടൈം പിടിച്ച് തന്നെ വേണം പോകാനായിട്ട്. ഓരോ പാത്രം വാങ്ങിക്കുമ്പോഴും നമ്മളത് നോക്കി ഡാമേജ് ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തി മാത്രം വാങ്ങിക്കുക. അതല്ലെങ്കിൽ അവിടെ പോകാതിരിക്കുക. അത്രയും എനിക്ക് പറയാനുള്ളൂ. ഇത് നല്ലൊരു റേറ്റാണ്. 120 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതും എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല കളക്ഷൻസ് ഒരുപാടൊന്നുമില്ല അവിടെ, എങ്കിലും ഒക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട പാത്രങ്ങളൊക്കെ കിട്ടും. ഇപ്പം ഇത് എന്താ പറയുക, ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. ഇടുക്കല്ലെന്നോ അങ്ങനെ എന്താണ് പറയുക എനിക്കറിയില്ല. നിങ്ങൾക്കറിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ. ഓക്കെ, ഇപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.